നമസ്കാരം. നമ്മളിന്ന് വാസ്തുവിനെ കുറിച്ചൊരു ടിപ്സാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഇന്ന് രാവിലെ ഒരാൾ വിളിച്ച ചോദ്യത്തിൻ്റെ ഒരു മറുപടിയും കൂടെയാണ്. വീടിൻ്റെ കന്നിമൂല ഭാഗം എപ്പോഴും താഴ്ന്നു കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകുന്നത് അങ്ങോട്ടാണ്, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. അതിനകത്തുള്ളൊരു മെയിനായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുമ്പോൾ, വീടിൽ 4 ദിശകളും 4 കോണുകളുണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിന് ആ വീട്ടിലുള്ള ഒരു വ്യക്തിക്ക് 4 സ്ഥലങ്ങളിൽ മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, 4 സ്ഥലങ്ങളിൽ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ഈ കന്നിമൂല ഭാഗം നമുക്ക് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നതെങ്കിൽ അത് പ്രശ്നമില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കത് ക്ലിയർ ആയിട്ട് നോക്കണമെങ്കിൽ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വെച്ചാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോർമലി ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണെങ്കിൽ വീടിൻ്റെ കന്നിമൂല ഭാഗം ഹൈറ്റുള്ള സ്പേസ് ആവണമെന്നാണ് പറയാം. കാരണം വെച്ചാൽ വെള്ളം അവിടെ വീണ് കഴിഞ്ഞാൽ ഒഴുകി നേരെ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ പോകേണ്ട ഒരു സൗകര്യം നമ്മൾ ആ ഭൂമിയിൽ ഒരുക്കി കൊടുക്കണമെന്നാണ്. അപ്പോൾ അതിനകത്തുള്ള മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുമ്പോൾ, ഒരു വസ്തു നമ്മൾ ഒരു 5 സെൻറ്റും 10 സെൻറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്തുള്ള ആൾക്കാർക്ക് വാസ്തു ഒന്ന് നോക്കി കറക്റ്റ് ചെയ്ത് വീട് വയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് 3 സെൻറ്റ് ആയിരുന്നാലും അതിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് വീട് വയ്ക്കാൻ പറ്റും. അപ്പം നമുക്കൊരു 5 സെൻറ്റോ അല്ലെങ്കിൽ ഒരു 3 സെൻറ്റോ വസ്തുവായിരുന്നാലും അത് കറക്റ്റ് ചെയ്ത് നമുക്കതിന് വീട് വയ്ക്കാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വീടിന് ഏകദേശം 5 പ്രായമുണ്ട്: ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം. ഇങ്ങനെ വരുന്ന 5 പ്രായം. നമ്മളെപ്പോഴും ഒരു ബേസ്മെൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഒന്നുകിൽ ഈ രീതി അനുസരിച്ച് ഒന്നുകിൽ യൗവനാവസ്ഥയിലുള്ളതോ അല്ലെങ്കിൽ കൗമാരാവസ്ഥയിലുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വീടിൻ്റെ ബേസ്മെൻറ്റ് നമ്മൾ എടുക്കേണ്ട രീതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീടിനകം ഓരോ റൂമുകൾ എങ്ങനെ വേണം, അല്ലെങ്കിൽ ബെഡ്റൂം എവിടെ വേണം, ടോയ്ലറ്റ് എവിടെ വേണം, കിച്ചൺ എവിടെ വേണം, ഇങ്ങനെയുള്ള നോക്കുന്നത് ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും വീട്ടിൻ്റെ കന്നിമൂല ഭാഗത്താണ് ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് വരുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും. ഇത് 2 വിഭാഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിൽ കിഴക്ക് വിഭാഗമുണ്ട്, അതേപോലെ തന്നെ പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് കിഴക്ക് നിന്ന് കിട്ടുന്നുണ്ട്, വടക്ക് നിന്ന് കിട്ടുന്നുണ്ട്, തെക്ക് നിന്ന് കിട്ടുന്നുണ്ട്, തെക്ക് കിഴക്ക് നിന്ന് കിട്ടുന്നുണ്ട്. എന്നാൽ പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലോ അത് പടിഞ്ഞാറ് നിന്ന് കിട്ടുന്നുണ്ട്, വടക്ക് പടിഞ്ഞാറ് നിന്ന് കിട്ടുന്നുണ്ട്, തെക്ക് പടിഞ്ഞാറ് നിന്ന് കിട്ടുന്നുണ്ട്, വടക്ക് കിഴക്ക് നിന്നും അവർക്ക് പോസിറ്റീവ് എനർജി കിട്ടും. അവർക്കെല്ലാം നെഗറ്റീവ് എനർജി കിട്ടുന്നത് ഈ പറയുന്ന കിഴക്കും വടക്കും തെക്കും കിഴക്കും അവർക്ക് നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലം എവിടെയാണോ അവിടെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരേണ്ടത്. അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. ടോയ്ലറ്റ് വരേണ്ടത് പൊസിഷനുണ്ട്, നമ്മൾ വീട്ടിൽ ഈ ബെഡ് ഇടേണ്ട പൊസിഷൻ. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ പൊതുവെ ഒരു വീട് വയ്ക്കുവാൻ നമ്മൾ ആരംഭിക്കേണ്ടത്. അപ്പം അങ്ങനെ വയ്ക്കുന്ന വീടിൽ 3 സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് വീട് വയ്ക്കാം. നമുക്ക് കറക്റ്റ് ചെയ്ത് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് എവിടെ നോക്കിയിട്ട് അവിടെ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല, വീട്ടിലുള്ള ഗ്രഹനാഥയ്ക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ വേണം കിച്ചൺ സെറ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു വീട്ടിലെ കിച്ചൺ കാണുമ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ വീട്ടിലുള്ളത്. അതുകൊണ്ടാണ് പറയാൻ കാരണം. ആ കിച്ചണിനകത്ത് നമ്മൾ ചെന്ന് കയറുമ്പം ആ കിച്ചൺ പെരുമാറിയിട്ടിരിക്കുന്ന രീതി അതനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഈ വീട്ടിലുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പം കിച്ചൺ എപ്പോഴും സെറ്റ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ആ ഗ്രഹനാഥയ്ക്ക് എവിടെയാണോ സൂട്ടബിൾ. കിച്ചണിൻ്റെ 1-ാം സ്ഥാനം എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്കാണ് വരേണ്ടത്, 2-ാം സ്ഥാനം തെക്ക് കിഴക്കാണ് വരുന്നത്, 3-ാം സ്ഥാനമാണ് വടക്ക് പടിഞ്ഞാറ് വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം കിച്ചൺ വരേണ്ടത്. കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് തന്നെയാണ് നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് തന്നെയാണ് സെറ്റ് ചെയ്യേണ്ടത്. കിച്ചണിനകത്തൊക്കെ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കിച്ചണൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ബെഡ്റൂം നമുക്ക് വരേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്പേസിലായിരിക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു വീട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തലവര മാറ്റാൻ തന്നെ കഴിവുള്ളതാണ് വീട്. അത്രയും പവർഫുള്ളാണ് വീട്. കാരണം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂഡാണ് അന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് കൊണ്ടുപോകുന്നത്. രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു അലസതയും മടിയായിട്ട് എണീച്ച് എന്താ സംഭവിക്കുക, അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് നശിച്ചു. എന്നാൽ
നല്ല എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ രാവിലെ എണീക്കുന്നുണ്ടെങ്കിൽ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും. അതുകൊണ്ട് നമുക്ക് നിങ്ങളൊരു പുതിയ വീട് വയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ഇത് നോക്കിയതിന് ശേഷം മാത്രമേ വീട് വയ്ക്കാവൂ. കാരണം ഇന്നലെ നമ്മുടെ ഇവിടെ ഒരു ആൾ വന്നിരുന്നു. അവരുടെ വീട് വാങ്ങിയതായിരുന്നു. അവരുടെ വീട്ടിൽ വാങ്ങിയപ്പോൾ അവർ സിവിൽ എഞ്ചിനീയറും കൂടെയാണ്. അപ്പോൾ ആ വീട് വാങ്ങിയപ്പോൾ ആ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം ഇല്ല, കട്ടായിപ്പോയി. കാരണം ആ വസ്തു തന്നെ ഒരു ട്രയാങ്കിൾ സ്ട്രൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ തെക്ക് കിഴക്ക് ഭാഗത്ത് കട്ടായി എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ കയ്യിൽ എത്രത്തോളം സാമ്പത്തികം ഉണ്ടെങ്കിലും ആ സാമ്പത്തികം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനുള്ള ഇതുണ്ട്. അത് സാമ്പത്തികം കയ്യിൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ആ രീതി അനുസരിച്ചാണ് നമുക്ക് ആ തെക്ക് കിഴക്ക് കട്ടായി. ഓരോ കോണുകൾക്കും ഓരോ ഗുണങ്ങളാണുള്ളത്. വീടിൻ്റെ അത് 4 കോണുകൾക്കും 4 ഗുണങ്ങളുണ്ട്, ദിശകൾക്കും അതേ രീതിയിലുണ്ട്. അപ്പം ആ ഒരു ഭാഗവും കട്ടാവാതെ വീട് എപ്പോഴും സ്ക്വയറായിട്ട് തന്നെ ആവണം. വീട് സ്ക്വയറായി കഴിയുമ്പോൾ അതും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ നമ്മുടെ തലവര തന്നെ മാറും, അത് ഉറപ്പാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് മുഖേന പല വീടുകളിലും ഞാൻ പ്ലാൻ കൊടുത്തും വീട് വയ്ക്കുമ്പോൾ പോയി നോക്കിയിട്ടും കറക്റ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ ഫലങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട് ചെയ്യുമ്പോൾ ഇപ്പം വാടക വീട്ടിലാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നതെങ്കിൽ പോലും ആ വീട് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ അല്ലെന്ന് നോക്കിയതിന് ശേഷം അതനുസരിച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ വീട് ഒരു വ്യക്തിയുടെ തലവര മാറ്റും. അതുകൊണ്ട് നിങ്ങളൊരു വീടെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. 10 ദിവസം താമസിക്കുന്ന ഒരു വീടായിരുന്നാൽ പോലും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വീട് മാത്രമേ എടുത്ത് താമസിക്കാവൂ. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ ഭാഗ്യവും ഉണ്ടാവും, പക്ഷേ എവിടെയോ എന്തോ ഒരു ട്രബിൾ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കുക. പല വീടുകളിലും പല നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. എന്തായിരുന്നാലും കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് അതിന് ഫോണിൻ്റെ ഒരു ചെറിയ കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. എന്തായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.